ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഏവിയറിയിൽ, ബേഡ്സ് ഏവിയറിയിൽ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കാൻബ്രയിലുള്ള നിക്കോൾസ് എന്ന സ്ഥലത്താണ് ഈ കാൻബ്ര വോക്കിൻ ഏവിയറി ഉള്ളത്. ഇവിടെ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും വരാം. എല്ലാ ദിവസവും ഇത് ഓപ്പണാണ്. എല്ലാ ദിവസവും 10 മുതൽ 4 മണി വരെ, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഇവിടെ ഓപ്പണാണ്. നമുക്കിവിടെ വരാവുന്നതാണ്. ഈ ബേർഡ്സ് ഏവിയറിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പ്രത്യേകതയുള്ള ബിൽഡിങ്ങുകളാണെങ്കിലും ആ സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന രീതിയാണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കൂടാതെ അവിടെ നമുക്ക് ഗാർഡൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ചെടികളൊക്കെ വാങ്ങാനായിട്ട് കഴിയും. കൂടാതെ കുറേ ഷോപ്സ്, ഹോം വെയർ, ഗിഫ്റ്റ് ഷോപ്പ്, അങ്ങനെ കുറച്ച് നല്ല കടകളൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം റിസപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബേർഡ് ഫീഡർ കിട്ടും. ഇതിൽ കുറച്ച് ആപ്പിൾ സ്ലൈസസ് ഉണ്ട്, പിന്നെ വേംസ് ഉണ്ട്. തത്തയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് തന്ന ആപ്പിൾ കണ്ടപ്പോൾ അപ്പൂസ് കൈനീട്ടുകയാണ്. ഇതൊരു 1000 സ്ക്വയർ മീറ്ററിലാണ് ഈ സ്ഥലം ഉള്ളത്. ഇവിടെ ഇതിൽ ഫുൾ ഇങ്ങനെ നെറ്റ് ഇട്ടേക്കാണ് ഇതിൻ്റെ മുകളിലൂടെ. ബേർഡ്സിന് പറന്ന് പോകാതിരിക്കത്തക്ക രീതിയിൽ, എന്നാൽ ഫ്രീ ആയിട്ട് ഇതിനകത്തൂടെ പറക്കത്തക്ക രീതിയിൽ പൊക്കി നല്ല ഉയരത്തിൽ നെറ്റ് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ 60-ൽ പരം സ്പീഷീസിലുള്ള ബേർഡ്സാണുള്ളത്. അതും 500-ൽ പരം ബേർഡ്സ് ഇവിടെയുണ്ട്. അപ്പൂസിന് അവിടെ മറ്റ് തത്തകളെക്കാളും കോഴിയുടെ പുറകെ നടക്കാനായിരുന്നു കൂടുതലിഷ്ടം. കോഴിയുടെ പല ഇനത്തിലുള്ള കോഴികൾ, പിന്നെ കാടക്കോഴി, പലതരം കുരുവികൾ, അങ്ങനെ തത്തയുടെ തന്നെ ഒരുപാട് വെറൈറ്റി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ടുള്ള കുറേ തരം കിളികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, കുരുവികളെയൊക്കെ ഇങ്ങനെ തത്തയാവുമ്പം കൂടുതൽ ഇണങ്ങുമല്ലോ. ഇണങ്ങാത്ത തരത്തിലുള്ള കുരുവികളെയൊക്കെ ഇങ്ങനെ ഓരോ കൂടുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് കൂടുണ്ടാക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, അവർ കുളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല രസമാണ് കാണാനായിട്ട്. കുറേ നേരം ഞങ്ങൾ ഈ ആപ്പിളും വേംസുമായിട്ടൊക്കെ നടന്നിട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് കിളിയൊന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ ഇതാണ് ആദ്യത്തെ കിളി വന്നിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, അതിനകത്തുള്ള നല്ല വേംസിനെ തിന്നുകയാണ്. അപ്പൂസ് ഇതാണ് അവൻ്റെ എക്സ്പ്രഷൻ. തത്തയെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിന്നതല്ലാതെ അതിനെ തൊടാൻ ശ്രമിക്കുകയോ പിടിക്കാനോ അങ്ങനെയൊന്നും അവൻ ശ്രമിച്ചില്ല. അവൻ ജസ്റ്റ് നോക്കി ഇങ്ങനെ നിന്നതേ ഉള്ളൂ. തത്തയ്ക്ക് ഫുഡ് കൊടുത്ത് പ്രലോഭിപ്പിച്ച് അതിനെ ആവാഹിച്ച്
കയ്യിലോട്ട് കയറ്റിയാണ് മമ്മി. അതും കൊണ്ട് കുറേ നേരം അതിലേന്ന് നടന്നിട്ട്, സാധാരണ നമ്മൾ ആ ഫുഡ് കൊണ്ട് നടക്കുമ്പോൾ അത് പറന്ന് തന്നെ നമ്മുടെ കയ്യിൽ വന്ന് കയറും. അങ്ങനെയും കയറി. പക്ഷേ ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു. ഒന്നും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലായിരുന്നു. അപ്പം മമ്മി ഇങ്ങനെ അവിടെ ഇരുന്ന് തത്തേ ചെന്ന് ഫുഡ് കൊണ്ട് കാണിച്ച് കയ്യിലോട്ട് കയറ്റുകയാണ്. അങ്ങനെ സക്സസ് ആയത്. അപ്പൂസ് അതുവഴി പോയ ഒരു കൊച്ചിൻ്റെ പുറകെ വെച്ച് പിടിച്ചേക്കുകയാണ്. ഇത് അങ്ങ് പോയി അവൻ. പിന്നെ പോയി പിടിച്ചുകൊണ്ട് വരേണ്ടി വന്നു. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇവിടെയുള്ള കിളികളുടെ വിവരങ്ങൾ. എത്ര തരം കിളികളുണ്ട്, അവയുടെ പേര് വിവരങ്ങളൊക്കെയാണ് ഇതിൽ. നമുക്ക് അവിടെ വലിയൊരു ചാർട്ടിൽ ഇതിനെപ്പറ്റി എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറാനായിട്ട് നമുക്ക് ഫീസുണ്ട്. അഡൽട്ടിന് $15, കുട്ടികൾക്ക് $10. അല്ലാതെ ഫാമിലി പാക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്കിതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഒക്ടോബർ 30 മുതൽ ഇവിടെ ഓപ്പൺ ആയിരിക്കുമെന്നാണ് ഈ സൈറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും അതുപോലെ എനിക്കൊന്ന് കുറച്ചധികം സ്ഥലങ്ങളിൽ ഇതുപോലെയുണ്ട്. ഞാൻ നെറ്റിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ നമുക്ക് ബേർഡ്സിനെ അടുത്ത് കാണാനും ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള അവസരം നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, നല്ല രസമായിരിക്കും അത്. ഫുഡെല്ലാം തിന്ന് കിളികളൊക്കെ മടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊന്നും ഇനി വേണ്ട. അവരുടെ അടുത്തൊക്കെ കൊണ്ട് ചെന്നിട്ടൊന്നും അവർക്കൊന്നും കഴിക്കാനൊന്നും വയ്യ. പിന്നെ ജസ്റ്റ് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കൊത്തൊക്കെ കുത്തുന്നതേ ഉള്ളൂ. ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ എന്നുള്ള രീതിയായി അവസാനം. കാരണം അവിടെയെല്ലാം ആൾക്കാർ വന്നും പോയി നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ്. അല്ലാതെ തന്നെ അവിടെ കിളികൾക്ക് വേണ്ടി അവിടെ വേറെ സെപ്പറേറ്റ് ഫുഡൊക്കെ വെച്ചിട്ടുമുണ്ട്. അപ്പം അവർ ഏകദേശം വയറൊക്കെ നിറഞ്ഞു തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ കിളികളെയൊക്കെ ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് കിളികളെയൊക്കെ വളർത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് വളർത്താൻ ഇഷ്ടമുണ്ട് എന്നൊക്കെ ഉള്ളവർ ഇവിടെ വരുവാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യും. നമുക്ക് കിളികളെയൊക്കെ അടുത്ത് കാണാൻ പറ്റുക, തൊടാൻ പറ്റുക, അവർ ഫീഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്കൊത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതുമല്ല പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ അവരൊരുപാട് എൻജോയ് ചെയ്യും ഇവിടെ വന്നാൽ. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇവിടെ വരിക, കുട്ടികളെയൊക്കെ കൊണ്ടുവന്നൊന്ന് കാണിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.